മിഠായിന് കുറെ നിരച്ച സാധനങ്ങൾ എലിക്കുട്ടി പൈസ അങ്ങനെ ഏതൊരു സാധനം ചങ്ങായി ഇറങ്ങിയിട്ട് ഫോനൊക്കെ കഥകളുണ്ടല്ലോ. പ്രായത്തരായില്ലേ ചങ്ങായി, നിരക്കഞ്ഞ് ബാക്കിയല്ലോ ഉണ്ടോ? പഴയകാല കഥകളൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണോ? അജ്മാനിന്ന് പോകുന്ന രംഗം, ആ ഉമ്രയുടെ അമീറായിട്ട് പോയിട്ടുണ്ടായ വിപ്ലവങ്ങള്, ആ റഫീഖ് ആദൂരിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങള് പറയിപ്പിക്കണ്ട. ഷാഫി തന്നലെയാ ഞങ്ങളെ ക്ലാസ്സിലുണ്ട്, അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതൊക്കെ തീർത്തിട്ട് പോരെ കാരണവരെ ഈ ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടൽ. മൂപ്പരിപ്പം ഇങ്ങനെ റിട്ടയർമെന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, അടവൊക്കെ തെറ്റിയിട്ട് സീട്ട് എപ്പോഴാ പിടിച്ചോണ്ടാവുന്ന എഴുതിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈമാ. അടവ് തെറ്റാത്ത ഒരാള് കേട്ടില്ല നിങ്ങള്. ഇത് ഒരു ഉസ്താദിനെതിരാണ് ഈ പറയുന്നത്. ഇവൻ തന്നെ ഇതിന് പേര് പറയുന്നുണ്ട്, എലിക്കുട്ടി ഫൈസി എന്ന്. ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയില്ല എലിക്കുട്ടി ഫൈസി എന്ന് ആരെ പറ്റിയാ പറയുന്നത്. ആലിക്കുട്ടി ഫൈസി എന്ന് പറയുന്ന ഒരു ഉസ്താദുണ്ട്. ആ ഉസ്താദിന് കുറച്ച് പ്രായം കൂടുതലാണ്. ആ ഉസ്താദ് പ്രവാസിയായിരുന്നു. ആ ഉസ്താദിനെ ഞാൻ മുമ്പൊന്നും വലിയ പരിചയമില്ല. ഉസ്താദിന്റെ വീഡിയോ ഞാൻ അടുത്തൊക്കെ കാണാറുണ്ട് ഇവൽക്കെതിരല്ല. എന്തായാലും ഞാൻ ഉസ്താദുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ളൊരാഗ്രഹം ഈ വീഡിയോ കേട്ടോണ്ടേ ഞാൻ പല ആളുകളോട് നമ്പർ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് ഉസ്താദിന്റെ നമ്പർ കിട്ടി. അങ്ങനെ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ നിങ്ങളെ കുറിച്ച് എന്താണ് ഈ വട്ടൂരി കുഞ്ഞായ്മത് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്താന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് അതിന് പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാണ്. ഉസ്താദ് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, അതിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നുള്ളൂ. അത് നമുക്കൊന്ന് കേൾക്കാം. പിന്നെ റഫീഖ് ആദൂര് എന്ന് പറഞ്ഞ എന്താണ് എന്തോ പറഞ്ഞു കേട്ടു. റഫീഖ് ആദൂര് ഈ കുരുവട്ടൂരി ആകുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ എല്ലാ ബന്ധമായിരുന്നു. അവിടെ സ്വയത്തിന് മദ്രസ നടത്തുന്നിടത്തൊക്കെ സുലൈമാൻ സാഹിബ് ഞങ്ങളൊക്കെ ആ ഘട്ടത്തിലൊക്കെ അവന് പലർക്കും സഹായിക്കുന്ന കൂട്ടത്തിൽ എനിക്കും സഹായിക്കുന്ന മോളെ കല്യാണത്തിൽ സഹായിച്ചിട്ടുണ്ട് 500 രൂപ മറ്റേ. അതൊക്കെ ആയിരിക്കും, വേറെന്താന്ന് എനിക്കറിയില്ല, വേറെ എനിക്കൊന്നും അറിയില്ല. പിന്നെ വയസ്സായി, അതിപ്പോ ഞാന് പിന്നെ സീറ്റ് പിടിച്ചോണ്ടായിരിക്കണം. സീറ്റ് പറഞ്ഞത് ഇവനായിരിക്കും, പിന്നെ അസ്രായിലായിരിക്കും. ഒരു കഥയില്ലാത്ത വർത്താനം. റഫീഖ് ആദൂര് നല്ലത് നമ്മളെ SYSന്റെ നല്ലൊരു പ്രവർത്തകനായിരുന്നു അൽക്കൂസിൽ. അപ്പോൾ അന്ന് അവിടെ ഞങ്ങളെല്ലാവരും നല്ല പ്രവർത്തകനായിരുന്നു. ആ ഘട്ടത്തിൽ അവിടെ ചെല്ലും നോക്കണ്ടായിരുന്നു. അങ്ങനെ മോളെ കല്യാണത്തിന് 500 രൂപ എന്തോ തന്നുക്ക്. അത് കടാണോ അതല്ല വേറെന്താണോ എനിക്കറിയില്ല. കടായിട്ട് തന്നെയല്ല, കടന്ന കൂട്ടത്തിൽ അതായത് സുലൈമാൻ സാഹിബ് പറഞ്ഞതാണ് അൽക്കുട്ടി പൈസന്റെ മോളെ കല്യാണം കണ്ടെന്ന് പറഞ്ഞപ്പോൾ താൻ തോന്നുന്നുണ്ട് ഒരു 500 രൂപ പല ആൾക്കാർ തന്ന കൂട്ടത്തിൽ 30 തന്നു. അതാണോ എങ്കിലും അത് തിരിച്ചു കൊടുക്കാൻ അറിയും, എനിക്കറിയില്ല. അല്ലാതെ എൻ്റെ അറിവിലെ അക്കാര്യത്തിൽ ഒരു ഹക്കായിട്ട് കൊടുക്കേണ്ട കടായിട്ടില്ല, കടമായിട്ടൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. അതൊക്കെയാണ് പറയുന്നത്. എന്താ ഞാൻ പറയാം, ഞാൻ ഇതിനൊക്കെ എന്താ മറുപടി പറയാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ റഫീഖ് ആദൂരല്ലേ എന്നോട് ബന്ധപ്പെടേണ്ടത്. എനിക്ക് കടാൻ തരാണ്ട് എന്താ കരാത്തത്. ഇതുവരെ റഫീഖ് ആദൂർ എന്നോട് ബന്ധപ്പെടും. വേറെ പലരും പറയാം റഫീഖ് ആദൂർ പറഞ്ഞിട്ടാവുമല്ലോ. അതിനൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വലുതാക്കുകയാണ്, അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞേ നേരിടാൻ കഴിയാത്തോണ്ടേ. കേട്ടില്ല, ഉസ്താദ് പറഞ്ഞതാണ് കേട്ടോ. ഉസ്താദ് വേറെ കുറെ കാര്യങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് ഒരുപാട് കാലം മുന്നേ അജ്മാനിൽ എത്തിയ ഒരു ഉസ്താദാണ്. അപ്പൊ അദ്ദേഹം ഒരുപാട് സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ അവിടെ കാഴ്ചവെച്ച ഒരു ഉസ്താദാണ്. ഉസ്താദുമായിട്ട് ഒരുപാട് വ്യക്തികൾക്ക് ബന്ധമുള്ള ഒരു ഉസ്താദ് കൂടെയാണ്. അപ്പൊ അവരുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. അപ്പോ അങ്ങനെ അജ്മാനിൽ അങ്ങനെ എന്തൊരു പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല, ഒന്നും എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സംഭവം, അതിലെ വ്യക്തിയുടെ പേര് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം എന്റെ കുട്ടിയുടെ കല്യാണത്തിന് തന്നിട്ടുണ്ട്, ഞാൻ അതേറ്റാണോ എന്നുള്ളത് ഉസ്താദിന് ഡൗട്ടാ. അതിനെ കുറിച്ചാവോ പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ കൊടുത്തത് തിരിച്ചു ചോദിക്കുക എന്നുള്ളൊരു ഏർപ്പാടാണ്. അപ്പൊ അത് ചോദിക്കുകയാണെങ്കിൽ തന്നെ അവിടെ വിളിച്ചു ചോദിച്ചൂടെ, ഞാനൊരു 500 രൂപ നിങ്ങളെ സഹായിച്ചിരുന്നു, അത് ഒരു തെരിയെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. ഇതൊക്കെ വന്നിട്ട് ഒരു ഉസ്താദിനെ വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ കുഞ്ഞായ്മ ഇവിടെ ചെയ്തിട്ടുള്ളത്. നോക്കി നിങ്ങളെ, ഇതിപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് നമ്മളിവിടെ മനസ്സിലാക്കണം. ഈ ഉസ്താദ് ഇവരെ ശത്രു ആയത് എങ്ങനെ അറിയാം? ഉസ്താദ് നല്ല കണക്കിന് മർമ്മത്തിൽ കൊള്ളുന്ന മറുപടി കൊടുക്കും. അപ്പൊ ഉസ്താദിന്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് കേട്ടോ. അപ്പൊ ഉസ്താദ് ചില മറുപടി ഉണ്ടല്ലോ, അത് സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ഈ കുരുവട്ടൂരികൾക്ക് ഇവിടെ നിലനിൽപ്പില്ല. അപ്പൊ അതാണ് ഇപ്പൊ ഉസ്താദിനെതിരെ തിരാള കാരണം. ഉസ്താദ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചല്ല അവർ പറയേണ്ടത്. ആദർശപരമായിട്ടല്ല ഏറ്റുമുട്ടേണ്ടത്, വ്യക്തിഹത്യ ചെയ്യലാണ് കുഞ്ഞായ്മ ചെയ്യേണ്ടത്. ഈ ഉസ്താദ് പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വ്യാജ തെരീക്കത്ത്, നല്ല തെരീക്കത്തുകൾ കുറെ ഉണ്ടാകുമ്പോൾ ഡൂബിളി കുറെ വരും. ഒരുപാട് തെരീക്കത്തുകൾ നമ്മുടെ ജീവിതകാലത്ത് കേട്ടിട്ടുണ്ട്. കള്ളന്തോട് തങ്ങള്, പിന്നെ ചോറ്റൂര്, കുരുവട്ടൂര്, പിന്നെ ആലുവ, ഇങ്ങനെ തുടങ്ങിയ ഒരു വ്യാജന്മാർ അവർ വിചാരിക്കും അവർ നല്ല ഉഷാറാണ്. എന്താ കാരണം അറിയാം? ഈ വ്യാജ തെരീക്കത്തിന്റെ ആളുകളുടെ ഈ കള്ളശേഖന്മാരൊക്കെ ഒരു ആകർഷണീയതയുണ്ട്. അത് പൈശാചികമായ ആകർഷണീയതയാണ്. പെരുമറ്റത്തുണ്ടായിരുന്ന ഒരു ബഷീർ എന്ന് പറഞ്ഞിട്ട് ആധാരം വരെ കൊണ്ടുകൊടുത്താലേ അവൻ്റെ മൊഴിയിടാൻ പറ്റുള്ളൂ. വീടിൻ്റെ ആധാരം വരെ കൊടുക്കണം. വലിയ കള്ളനായിരുന്നു. ഈ കള്ളന്മാരൊക്കെ ഇവരുടെ അടുത്തേക്കാണ്ട് ചെന്ന് ആകർഷിക്കപ്പെട്ടാൽ വെള്ളം കുടിച്ചോ എന്തെങ്കിലും ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് തല ഊരി പോരാൻ പണിയാണ്. അവരുടെ മൈൻഡിൽ, അതിൻ്റെ സൈക്കോളജി അതാണ്, അവരുടെ മൈൻഡിൽ അതങ്ങ് ഫിറ്റായി പോയി. പിന്നെ അവർ നല്ലതൊന്നും പറയുന്നത് ആരുടെ ഉപദേശം അവർ കേൾക്കൂല, അല്ലെങ്കിൽ അവർ നെഗറ്റീവോട് കൂടെ കാണുള്ളൂ. അതാണ് അതിൽ പെട്ടുപോയാൽ തിരിച്ചു കിട്ടാൻ വലിയ പണിയാണ്. രക്ഷപ്പെടാൻ ഭാഗ്യമുള്ളവരൊക്കെ രക്ഷപ്പെടും. അതാണ് സത്യത്തിൽ ഉണ്ടാകുന്നതൊക്കെ. പിന്നെ അതിനു വേണ്ടി വ്യാഖ്യാനങ്ങളും അത് ക്ലിയറാക്കാൻ വേണ്ടിയുള്ള വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും കെട്ടുമൊട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പറയും.
കേൾക്കുന്ന അവരനുയായികൾക്ക് ഇത് വലിയ സംഭവമായിട്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ തോന്നും. പക്ഷെ അതിലൊന്നുമില്ല, കഴമ്പില്ലെന്ന് തിരിച്ചറിയണമെങ്കിൽ വിശാലമായ നിഷ്പക്ഷ മനസ്സോടുകൂടെ കേൾക്കുമ്പോഴേ തിരിയുള്ളൂ. അതില്ലല്ലോ, കാരണം അത് അപ്പടി അതിലേക്ക് അങ്ങോട്ട് അണ്ണാക്ക് തൊടാതെ എന്താ പറയുന്നത്, ഇപ്പോൾ നൗഷാദ് എന്താ പറയുന്നത് വെച്ചാൽ അത് അപ്പടി അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുക. അപ്പുറത്ത് ആരെന്ത് പറഞ്ഞാൽ അതിനെ നെഗറ്റീവോട് കൂടെ കാണുക. അതാണ് കാഴ്ച നന്നാവുമ്പോഴേ കാഴ്ചപ്പാട് നന്നാവുള്ളൂ. ആദ്യമേ കാഴ്ച നല്ലല്ല, പിന്നെ കാഴ്ചപ്പാട് എങ്ങനെ നന്നാവുക? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയം കൊണ്ടാണ് അവരെ തല ഊരി പോരാൻ പണിയാണ്. പാവങ്ങളിൽ കുടുങ്ങിപ്പോയതാണ്. അങ്ങനെ ഒരുപാട് പേര് കുടുങ്ങി കിടക്കുന്നുണ്ട്. അള്ളാഹു സത്യത്തിൽ നിന്ന് നിലനിൽക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അപ്പോൾ ഇതാണ് ഉസ്താദിന്റെ വാക്ക്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സാധാരണ ആളുകൾക്കൊക്കെ മനസ്സിലാവും. അവർ ഇത്തരം ആളുകളെ കാണുമ്പോഴും അവരുടെ അടുത്തേക്ക് പോകുന്ന ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കും. അത് ആണ് ഈ കുഞ്ഞാമീനൊക്കെ എത്ര വലിയ തലവേദനയാണ് ഉസ്താദിന്റെ സംസാരം. അല്ല, ഉസ്താദിന് ആ രീതിയിലൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കുഞ്ഞാമത് ഇതിലൊരു കാര്യം പറയുന്നുണ്ട്, നമുക്കന്ന് കേട്ടോക്കാം. അപ്പൊ നല്ല വല്ല വർത്താനം പറഞ്ഞൂടെ? എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇളകി വെക്കുക. ഞങ്ങളൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇളകാളം മരുന്ന് ഞങ്ങൾ ഇങ്ങനെ തന്നോണ്ടിരിക്കുക. നിങ്ങൾ ഇളകി, നിങ്ങൾ കുല്ലുഹും മജ്മഉൻ ഇളകി. ലയനത്താക്കപ്പെട്ട ഇബിലീസിനെ കൊണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം വല്ലാത്ത കുടുക്ക് കുടുങ്ങിയത്. ഇപ്പൊ ഇബിലീസിന്റെ സ്വന്തം ആൾക്കാരായിരിക്കുന്ന അന്നെ കൊണ്ടും നൗഷാദിനെ കൊണ്ടൊക്കെയാണ് ഏപ്പിക്കാരായിരിക്കുന്ന ഞങ്ങൾ കുടുങ്ങിക്കുന്നത്. വല്ലാത്ത കുടുക്കാ കുടുങ്ങിക്കുന്നത്. ഇപ്പൊ തന്നെ നോക്കി, ഞങ്ങൾ മുണ്ടിയ കുറ്റം, മുണ്ടിയിലേ കുറ്റം, അളകിയ കുറ്റം, അളകിയിലെ കുറ്റം. ഇനിയിപ്പോ നിങ്ങൾ അളക്കിയിട്ട് ഞങ്ങൾ അളകിയാലോ, അത് അതിലും വലിയ കുറ്റം. ഞങ്ങൾ ചില്ലറ കുടിക്കലൊന്നല്ല ഈ കുടുങ്ങിക്കുന്നത്. അപ്പോ ഇപ്പൊ ഞങ്ങൾ അളകുന്നതും പറയുന്നതും എനിക്ക് പ്രശ്നമല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, അന്റെ അളക്കച്ച് നിർത്ത്. അപ്പൊ ഞങ്ങളൊക്കെ നിർത്തി ഞങ്ങളതായ രീതിയിൽ പോയിക്കോളും. വെറുതെ ഞങ്ങൾ അളക്കണത് നിങ്ങളാണ്. അയച്ച് പറഞ്ഞ കറക്റ്റാണ് അല്ലേ? അതാ മരുന്ന് ഞാൻ നിർത്തി വെച്ചോക്കാ. ഇജ്ജ് തരുന്ന മരുന്നുണ്ടല്ലോ, അതാണ് നിർത്തിക്ക്. ഇങ്ങോട്ട് പറയാ എല്ലാവരും അളകിക്കോളിയിരുന്നു. അളക്കുമ്പോൾ എനിക്ക് വലിയ പ്രശ്നം. ഇതിപ്പോ ഇബിലീസിന്റെ കഥ പറഞ്ഞ മാതിരി നൗഷാദ് ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു ഇബിലീസിന്റെ തോപ സ്വീകരിക്കപ്പെടും, ഇബിലീസിന് മുസ്ലിം ആവാം, അതിന് അള്ളാഹു ചാൻസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതേ നൗഷാദ് അപ്പൊ തന്നെ പറയാണ് എന്ത്, അവനക്ക് നന്നാവാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുത്തിട്ടില്ല, ഇബിലീസ് ഒരിക്കലും നന്നാവൂല. ആരിസ്മാദിനെ അങ്ങോട്ട് എടുത്ത് പിടിച്ചത് കുടഞ്ഞെന്നല്ല, ആകെ അടങ്ങറായി. ആരിസ്മാദിന് പിന്നാലെ അങ്ങനെ നടക്കുക. ഇപ്പോ ഓരോ കിതാബ് എടുത്തിട്ട് ദുർവ്യാഖ്യാനം ചെയ്യാം. അതാണ് നൗഷാദിന്റെ പരിപാടി. എന്താണോ എല്ലാവർക്കും ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കുരു വട്ട് പിടിച്ച കുറച്ച് ആൾക്കാരുണ്ടാവും. അയിറ്റ നൗഷാദിന്റെ ഈ മറുപടി ഇങ്ങനെ വരുമ്പോൾ ഇതന്നെ വലിയിരുന്ന ആള് എന്തായാലും പറഞ്ഞൊന്നും കൂടി കേൾക്കുന്നില്ല. അപ്പൊ അതൊക്കെ ഒന്ന് വിശദമായിട്ട് നമുക്ക് വിശകലനം ചെയ്യാണ്ട്. അപ്പൊ നമ്മളെന്ത് ചെയ്യും, കുഞ്ഞായ്മത് അളക്കിയതാണ് പിന്നെ. അപ്പോ നമ്മൾ വീണ്ടും വരും, ബാക്കി കൂടി പറഞ്ഞല്ലോ. ഓക്കെ.